പൊളിച്ചിട്ടുണ്ടെന്നും കൂടെ പറയുന്നുണ്ട് അനിരുദ്ധ്. സ്വാഭാവികമായും രജനി പടമാകുമ്പോൾ പൊളിക്കും. ചേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പർ 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 ഫസ്റ്റ് ഹാഫ് ആയതേ ഉള്ളൂ. സൂപ്പർ 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 സിനിമ. രജനി ഇങ്ങനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ രജനി, നാഗാർജുന, സോബിൻ എല്ലാവരും നല്ല എൽസിയിലോട്ട് പോകും. സെക്കൻഡ് ഹാഫിലോട്ട് പോകും. കുറെ കൊള്ളാം. ബ്രോയുടെ സാധനമാണ് സൂപ്പറായിരുന്നു. ബ്രോയുടെ ഷോ ഇല്ലേ? ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്. ഇനി അടുത്ത ഹാഫ് നോക്കാം ബ്രോ. ഇതുവരെ ഇനി ലോക്കിയിൽ എന്തെങ്കിലും ഒരു സംഭവം കാണും. ലോക്കിയുടെ എല്ലാ സിനിമകളുടെ ഫസ്റ്റ് ഹാഫിൽ ഏതായ ഏറ്റവും ഇഷ്ടം? ഇത് ഇഷ്ടപ്പെട്ടു? ഇതില്ല ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ എനിക്ക് നോ ഐഡിയ. അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ഫസ്റ്റ് ഹാഫ് അതത്ര വന്നില്ല. അതുവരെ ഇനി വരും, ഉറപ്പായിട്ട് വരും. പക്ഷെ മോണിക്ക അടിപൊളിയാണ്. നിങ്ങൾക്കൊക്കെ മൊത്തം സിനിമ വലിയ പ്രതീക്ഷകൾ പോവാണ്. ചെറിയ പ്രതികരണം കൂടെ. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫ് ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയ ഒരു സാധനം നമ്മൾ പ്രതീക്ഷിച്ച രീതിക്കല്ല കഥ പോയത്. വില്ലനാന്ന് വിചാരിച്ച ഒരാള് വില്ലൻ അല്ലാതായ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് എങ്ങനെ എൻട്രി ആകും അതിനനുസരിച്ചിരിക്കും. അതായത് കഥ ഏത് ലെവലിലേക്ക് തിരിക്കുമെന്നനുസരിച്ചിരിക്കും. ഇത് രജനി സ്ക്രീൻ പ്രസൻസ് ആസ് യൂഷ്വൽ. പിന്നെ ലോകേഷ് ഹെവി ആയിട്ട് എന്തെങ്കിലും ചെയ്തായിട്ട് തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വില്ലനാകും എന്ന് വിചാരിച്ചാൽ വില്ലൻ ആയിട്ടില്ല. അപ്പൊ അതെന്താണ് എന്നനുസരിച്ചിരിക്കും. അതായത് നെക്സ്റ്റ് ഹാഫിൽ എങ്ങനെ കഥ കൊണ്ടുപോകുന്നു അതിനനുസരിച്ചിരിക്കും പടം. നെക്സ്റ്റ് ഹാഫിൽ പ്രതീക്ഷിച്ച ലെവലില്ലെങ്കിൽ പടം ഡിസാസ്റ്റർ ആയിപ്പോ. അത്രയ്ക്ക് തോന്നി. കാരണം ഒരു ഹെവി എന്ന് പറയാവുന്ന ഒരു ഗൂസ് ബം മൊമെന്റ് ഇതുവരെ തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഗൂസ് ബം ഒന്നും തന്നെ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് മാത്രമേ ഇനി അതിനനുസരിച്ചിരിക്കും ബാക്കി കഥ. നാഗാർജുന, അതാ ഞാൻ പറഞ്ഞത്, നാഗാർജുനയുടെ കാര്യത്തിലുള്ള ഒരു ഇതാണ്. അതായത് നാഗാർജുന എങ്ങനെയാണ് സെക്കൻഡ് ഇതിൽ വരുന്നത്, ആമീർ ഖാൻ എങ്ങനെയാണ് സെക്കൻഡിൽ വരുന്നത്, അതനുസരിച്ചിരിക്കും ബാക്കി വരുന്നത്. ഇതുവരെ യൂഷ്വൽ. പിന്നെ ഒരു ചെറിയ കാര്യം കണക്ട് ആയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ തന്നെയാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. സൗബിന്റെ പെർഫോമൻസ്, പിന്നെ രജനീകാന്തിന്റെ പെർഫോമൻസ് എല്ലാം കില്ലോ എന്ന് പറയുന്നു. അതുപോലെ തന്നെ സർപ്രൈസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് അധികം പേര് അതേ സിനിമകൾ കണ്ടിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും നാഗാർജുനയുടെ പെർഫോമൻസ് നല്ല പവർ ഹൗസ് ആണ് എന്ന് തന്നെയാണ് കൂടുതൽ അഭിപ്രായപ്പെടുന്നത്. രജനീകാന്ത് കഴിഞ്ഞ ഏറ്റവും നല്ല പെർഫോമൻസ് നാഗാർജുനയുടെ അതാണെന്നാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. ബ്രോ എങ്ങനെയുണ്ട്? ചേച്ചി എങ്ങനെയുണ്ട്? നമ്മൾ ഇതുവരെ ലേഡീസിന്റെ അഭിപ്രായം ചോദിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇതുവരെയുള്ള അടിപൊളി. ലോകേഷിന്റെ മുൻ പഴയ സിനിമകൾ കണ്ടിട്ടുണ്ടോ? അതിന് കൊള്ളാം, നല്ലതാണ്. ഇനിയാണ് കഥ തുടങ്ങുന്നത്. അപ്പൊ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനിയാണ് കഥ. ഇനിയാണ് ഒറിജിനൽ രജനീകാന്തിനെ കാണിക്കാൻ. ലോകേഷിന്റെ സിനിമകളിൽ കുറെ സർപ്രൈസ് ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെയൊക്കെ ഉണ്ട്. ഇതിലെന്താന്ന് വെച്ചാൽ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ഇതുവരെ ചില വിഷയങ്ങൾ ഹിഡൻ ആയിട്ട് വച്ചിട്ടുണ്ട്. അത് ഇന്റർവ്യൂവിന് ശേഷം അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. വിക്രം പോലെയൊക്കെ ഇനി അറിയാനുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ മനുഷ്യ രജനീകാന്ത് ഫുൾ സ്വാഗ് വേറെ ലെവൽ. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഇന്റർവ്യൂവിന്റെ ബ്ലോക്കിൽ ഒരു സീനുണ്ട്, ഒരു രക്ഷയില്ല. രജനീകാന്ത് തിരിച്ചു വന്നു. പഴയ രജനീകാന്ത് പഴയത് പുതിയൊന്നുമില്ല. ഒരേ ഒരു രജനീകാന്തേ ഉള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട് പെർഫോമൻസുകളൊക്കെ? എങ്ങനെയുണ്ട്? മാസാണ്. ഇഷ്ടപ്പെട്ടു. നല്ല മാസ് പടമാണ്. ഇതുവരെ സൈലന്റ് ആണ്. നീ അടുത്ത ഇന്റർവെലിന് ശേഷമായിരിക്കും കൂടുതൽ മാസമാകാൻ പോകുന്നത്. അങ്ങോട്ട് കാണാനിരിക്കുന്ന. അതെ. അപ്പൊ അത് തന്നെയാണ് ആളുകളൊക്കെ പറയുന്നത്. ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. ഇന്റർവെലിന് എന്തോ ഒരു സർപ്രൈസിലാണ് നിൽക്കുന്നത്. ലോകേഷിന്റെ ഇന്റർവെല്ലുകളൊക്കെ നമുക്ക് അറിയാം. എന്തെങ്കിലും ഒരു മാസ് സീനുകളൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നിർത്തുന്നത്. ഇന്റർവെല്ലിന് ശേഷമായിരിക്കും കൂടുതൽ അറിയാന്നുള്ള. കൂടുതലും അത് തന്നെയാണ് പറയുന്നത്. ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. നമുക്കിനി ആ പൂരം എന്തായാലും കാണാൻ, സിനിമ തുടങ്ങാൻ പോകുന്നു. നമുക്ക് അതിന് മുമ്പ് ഒന്ന് ചോദിച്ചു നോക്കാം. ബ്രോ ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ട്. ബാക്കിയൂടെ ഇനി കാണണം. അപ്പൊ അത് തന്നെയാണ് മൊത്തത്തില് എല്ലാരും പോസിറ്റീവ് തന്നെയാണ് പറയുന്നത്. ഇതുവരെ ആരും അങ്ങനെ നെഗറ്റീവ് പറഞ്ഞു കേട്ടില്ല. ഹലോ, ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയാണ്. ലോകേഷിന്റെ പഴയ സിനിമകൾ പോലെ ഇല്ല, ഫസ്റ്റ് ഹാഫ് കിടിലം.
ഇനി അടുത്തതിനോട് വെയിറ്റിംഗ് ആണ്. വയലൻസ് ഒക്കെ ഉണ്ട് പേടിപ്പിക്കുന്നത്. അത്രയ്ക്ക് വയലൻസ് ആയിട്ട് തോന്നിയില്ല. എന്തായാലും കൊള്ളാം. ലോകേഷിന്റെ സിനിമകളിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വയലൻസ് ആണ്. അദ്ദേഹത്തിന്റെ പഴയ സിനിമകളൊക്കെ യു എ സർട്ടിഫിക്കറ്റ് തന്നെയായിരുന്നു. എന്നാലും ഒരു കംപ്ലീറ്റ് എ സർട്ടിഫിക്കറ്റ് മൂവി ആയിട്ടാണ് ഇറങ്ങുന്നത്. എന്നാലും വയലൻസിനെ സംബന്ധിച്ച് നമ്മൾ 1-2 ചോദ്യം ചോദിച്ചെങ്കിലും ആരും അങ്ങനെ ഹെവി വയലൻസ് ആണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് കൂടുതൽ പേര് പറയുന്നത്. ഹലോ ബ്രോ, ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? സിനിമ കണ്ടു. ഫസ്റ്റ് ഹാഫ് വരെ എങ്ങനെയുണ്ട്? മാസമായിട്ട് ഫസ്റ്റ് ഹാഫ് നല്ല മാസമായിരുന്നു. നമ്മളെ ഇന്റർവെല്ലിൽ പഞ്ചെല്ലാം സൂപ്പറായിരുന്നു. ഇതുവരെ ഇഷ്ടപ്പെട്ടു? ഇതുവരെ സൂപ്പറാണ്. ഹലോ ബ്രോ, ഇന്റർവെൽ വരെയൊക്കെ എങ്ങനെയുണ്ട്? ലോകേഷിന്റെ ആ പഴയ പഞ്ച് കിട്ടിയോ? കൊള്ളാം, ഫസ്റ്റ് ഹാഫ് കൊള്ളാം. അത്യാവശ്യം സ്ക്രീൻ പ്ലേ ഒക്കെ കൊള്ളായിരുന്നു. വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്? വലിയ വയലൻസ് അല്ല, അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഓക്കെയാണ്. ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് സൗബിന്റെ സൂപ്പർ. സൗബിന് പൊളിച്ച് രക്ഷയില്ല. ഇനി അടുത്ത സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണെന്ന് നോക്കണം. സൗബിന് ഇതുവരെ ഫസ്റ്റ് ഹാഫിൽ സൂപ്പറായിരുന്നു. പൊളിയാണ്. അപ്പൊ അത് തന്നെയാണ് എല്ലാരും പറയുന്നത്. സൗബിന്റെയും പിന്നെ സൗബിനെക്കാളും നാഗാർജുനയുടെ പെർഫോമൻസ് കിടിലോ എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും നാഗാർജുനയ്ക്ക് ഈ സിനിമയ്ക്ക് ശേഷം കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഫാൻസിന്റെ എണ്ണം അങ്ങ് വല്ലാതെ കൂടാനും സാധ്യതയുണ്ട്. ബ്രോ എങ്ങനെയുണ്ട്? നല്ല പടം. ഫസ്റ്റ് ഹാഫ് കിടിലോ ആണ്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ഇഷ്ടപ്പെട്ടു? ഒന്നും പറയാനില്ല. സൂപ്പർ. രജനീകാന്ത് അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആണ്. സെക്കൻഡ് ഹാഫിലാണ് ഇനി ബ്രോ മാത്രമാണല്ലോ ആവറേജ്. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം ഇഷ്ടപ്പെട്ടു. എന്നാലും വിക്രത്തിന്റെ ലിയോന്റെ ഒക്കെ ആ ഒരു ലെവലിൽ വന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലായിരിക്കും കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നുന്നത്. സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിക്കും.